അഭിനയം പോലെ അനായാസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി നടന്നുപോവുകയാണ് മോഹൻലാൽ. കൊച്ചി രാജ്യാന്തര വിമാനത്താവള അധികൃതർ തന്നെയാണ് മോഹൻലാലിന്റെ ഈ വീഡിയോ പുറത്തുവിട്ടത്. ലാലേട്ടനെ പോലെ സിനിമകളിൽ അനായാസം അഭിനയിക്കാനാവില്ലെങ്കിലും അനായാസമായി കൊച്ചി വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ നടപടികൾ നിങ്ങൾക്കും പൂർത്തിയാക്കാനാവും. അതും 20 സെക്കൻഡിനുള്ളിൽ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം വഴിയാണ് ഇത് സാധ്യമാവുന്നത്. നീണ്ട വരികളിൽ നിന്നും കാത്തിരിപ്പിന്റെയും പരിശോധനകളുടെയും മടുപ്പിക്കലുകളിൽ നിന്നുമുള്ള മോചനമാണ് ഇതുവഴി ലക്ഷ്യം വയ്ക്കുന്നത്. ഇമിഗ്രേഷൻ നടപടികൾ അനായാസവും വേഗത്തിലുമാക്കി മാറ്റാൻ വഴി സാധിക്കുന്നു. വരി നിന്നുകൊണ്ട് ഓരോരുത്തരുടെയും പാസ്പോർട്ട് സ്റ്റാമ്പിംഗ് നടപടികൾ ഒഴിവാക്കി ഇമിഗ്രേഷൻ നടപടിക്രമങ്ങൾ അനായാസമാക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത്. ആഭ്യന്തര യാത്രികർക്ക് വേണ്ടി നേരത്തെ തന്നെ CLDG യാത്രാ പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു. വന്നതോടെ രാജ്യാന്തര യാത്രികർക്കും 20 സെക്കൻഡിലെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനാവും. ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷന് പ്രവർത്തിക്കുന്നത് പ്രവേശന കവാടങ്ങളിലും പുറത്തേക്കുള്ള കവാടങ്ങളിലുമായി സ്ഥാപിച്ചിരിക്കുന്ന 4 ബയോമെട്രിക് ഗേറ്റുകൾ വഴിയാണ്. ഇന്ത്യക്കാർക്ക് മാത്രമല്ല വിദേശികൾക്കും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഈ സൗകര്യത്തിനായി അപേക്ഷിക്കാനാവും. പാസ്പോർട്ട് അടക്കമുള്ള പോർട്ടലിൽ പറഞ്ഞിരിക്കുന്ന രേഖകൾ അപ്ലോഡ് ചെയ്ത ശേഷം ബയോമെട്രിക് എൻറോൾമെന്റ് ചെയ്യാനാവും. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലോ ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിലുള്ള ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസുകളിലോ ബയോമെട്രിക് എൻറോൾമെന്റ് നടത്താനാവും. ടൈം രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയായ യാത്രികർക്ക് സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ഇമിഗ്രേഷൻ നടപടികൾ നടത്താനാവും. ഇതിനായി ആദ്യം പാസ്പോർട്ട് ഗേറ്റിൽ സ്കാൻ ചെയ്യണം. ഇതിനുശേഷം രണ്ടാം ഗേറ്റിലെ യാത്രികരെ മുഖം ക്യാമറ അഭിമുഖമായി പിടിക്കണം. സംവിധാനം നിങ്ങളുടെ മുഖം തിരിച്ചറിഞ്ഞ് വിവരങ്ങൾ കൈമാറുന്ന മുറയ്ക്ക് ഗേറ്റുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. അങ്ങനെ ലാലേട്ടനെ പോലെ അനായാസം നിങ്ങൾക്കും ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനും സാധിക്കും. ഈ സംവിധാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.